കഴിഞ്ഞ ആഴ്ചയാണ് ആപ്പിൾ ഈ വർഷത്തെ WWDC ഇവൻറ്റിൽ വെച്ച് ആപ്പിളിൻ്റെ ഈ വർഷത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആയിട്ടുള്ള iOS 16, iPadOS, macOS ഒക്കെ ലോഞ്ച് ചെയ്തത്. അതിനുശേഷം നമ്മളുടെ ചാനലിൽ നമ്മൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ വിശദമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ നമ്മുടെ ഡിവൈസിൽ iPhone XSലാണ് നമ്മൾ iOS 16 ബീറ്റ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്തത്. ഇതുപോലെ ധാരാളം ആളുകളും ഈ ഒരു ബീറ്റ വെർഷൻ അവരവരുടെ ഡിവൈസുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞാണ് ബീറ്റ വെർഷനാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം ബഗ്ഗുകൾ ഉണ്ടാകാനുള്ള ചാൻസുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ പ്രൈമറി ഡിവൈസുകളിലൊക്കെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് സാരമായിട്ട് നമ്മുടെ ഡിവൈസുകളെയും നമ്മളുടെ യൂസേജിനെ തന്നെ ബാധിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഈ ഒരു ബീറ്റ വെർഷൻ iOS 16 എങ്ങനെ നമുക്ക് ഡൗൺഗ്രേഡ് ചെയ്ത് iOS 15.5 എന്ന് പറയുന്ന ആപ്പിളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒഫീഷ്യലി ഇപ്പം സ്റ്റേബിൾ ആയിട്ടുള്ള റിലീസിലേക്ക് നമുക്ക് ഡൗൺഗ്രേഡ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ തിരികെ iOS 15ലേക്ക് എങ്ങനെ നമുക്ക് പോകാൻ സാധിക്കും എന്നാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വിൻഡോസ് ആയാലും മാക് ആയാലും ഞാനിവിടെ പരിചയപ്പെടുന്ന അല്ലെങ്കിൽ കാണിച്ചു തരുന്ന ഓരോ സ്റ്റെപ്പും അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിൻഡോസിലും മാക്കിലും ഈ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഫോൺ നിങ്ങൾക്ക് iOS 16 ബീറ്റയിൽ നിന്ന് നിങ്ങൾക്ക് തിരികെ iOS 15ലേക്ക് ഡൗൺഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്നതും ആണ്. ഇതിനുവേണ്ടി നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ iOS 16 ഇൻസ്റ്റാൾ ചെയ്ത ഡിവൈസിൻ്റെ ഓപ്ഷനിലേക്ക് പോവുക, സെറ്റിംഗ്സിലേക്ക് പോവുക, അതിൽ നമ്മളുടെ iCloud ഓപ്ഷനിലേക്ക് പോവുക. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫൈൻഡ് മൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഫൈൻഡ് മൈ ഓപ്ഷനിൽ പോയിട്ട് ഇത് നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. കാരണം നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഡിവൈസിൻ്റെ ഫൈൻഡ് മൈ നമ്മൾ ഡിസേബിൾ ചെയ്യണം, എങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് കറക്റ്റായിട്ട് വർക്ക് ആകത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ ഫൈൻഡ് മൈ ഡിസേബിൾ ആയിട്ടുണ്ട്, നിങ്ങൾക്കിവിടെ കാണാം. അതിനുശേഷം നിങ്ങളുടെ ഡിവൈസിൻ്റെ ആക്ച്വൽ ബാക്കപ്പ്, കാരണം നമ്മളുടെ ഡിവൈസിൽ iOS 16 ആണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നെങ്കിലും നിങ്ങളുടെ ഡിവൈസിൽ സകല ഡേറ്റാസും കാണും. അപ്പോൾ നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന പ്രൊസീജിയറിൽ അല്ലെങ്കിൽ മെത്തേഡിൽ നമ്മളുടെ ഡേറ്റ മുഴുവൻ നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യമേ നമ്മളുടെ ഡിവൈസിൻ്റെ സകല ഡേറ്റകളുടെയും ബാക്കപ്പ് നമ്മളുടെ iTunes ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ വിൻഡോസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് iTunes നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആപ്പിളിൻ്റെ തന്നെ സ്വന്തം വെബ്സൈറ്റാണ്. അവിടെ പോയി നിങ്ങൾക്ക് iTunes പ്രോപ്പറായിട്ടുള്ള iTunes ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ മാക് യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫൈൻഡർ തന്നെയാണ്, അല്ലെങ്കിൽ ഫൈൻഡറിൽ തന്നെ നമ്മളുടെ ഡിവൈസ് നമ്മളുടെ ഐഫോൺ കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഈ പറഞ്ഞ iTunes ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫോൺ ഞാൻ കണക്ട് ചെയ്തു, എൻ്റെ iPhone XS കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ സൈഡ് ബാറിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മളുടെ ഫോൺ ട്രസ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്കവിടെ ഡിസ്പ്ലേ ചെയ്യും നമ്മളുടെ സകല കാര്യങ്ങളും. അതാണ് നമ്മളുടെ iTunes എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നോർമലി iTunes എങ്ങനെയാണോ വരുന്നത് അത് തന്നെയാണ് ഈ കാണുന്നത്. മാക്കിൽ ഇങ്ങനെ ഫൈൻഡറിൽ തന്നെയാണ് നമ്മളുടെ iTunes വന്നേക്കുന്നത്. ഇവിടെ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ റീസ്റ്റോറേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ സകല ഡേറ്റയും പോകാതിരിക്കാൻ നമ്മളുടെ ബാക്കപ്പ്, നമ്മളുടെ ഡിവൈസിലെ സകല ഡേറ്റയുടെയും ബാക്കപ്പ് നമ്മൾ എടുക്കുക. അതിനുവേണ്ടി നമുക്കിവിടെ കാണാം ബാക്കപ്പ് എന്നുള്ള ഓപ്ഷനിൽ നമുക്കിവിടെ കാണാം ബാക്കപ്പ് നൗ എന്ന് പറയുന്ന ഓപ്ഷൻ. പക്ഷേ അതിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കപ്പ് യുവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ ടു iPhone ടു iCloud എന്ന് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാക്കപ്പ് യുവർ ഡേറ്റ ടു ദിസ് മാക്ക് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലല്ല സെലക്ട് ചെയ്തിരിക്കുന്നത്, iTunes ആണ് സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ സ്വിച്ച് ചെയ്യണം. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സ്വിച്ച് ചെയ്തിട്ട് നിങ്ങളുടെ മാക്കിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ PC-യിലേക്കോ നിങ്ങൾ ഉള്ളത് ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ പോയി ബാക്കപ്പ് നൗ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ ഫോണിലെ സകല ഡേറ്റയും ബാക്കപ്പ് ആകുന്നതായിരിക്കും. ഇപ്പം നമുക്ക് കാണാം ബാക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കാണാം ലാസ്റ്റ് ബാക്കപ്പിൻ്റെ ടൈമും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൺസ് ഈ ഒരു ബാക്കപ്പ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ഡൗൺഗ്രേഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ഒരു ഡിവൈസ് കംപ്ലീറ്റ്ലി നമ്മളുടെ 15.5 എന്ന് പറയുന്ന അപ്ഡേറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റീസ്റ്റോർ ചെയ്യണം. ഇത് നമുക്ക് രണ്ട് മാർഗ്ഗത്തിലൂടെ ചെയ്യാൻ സാധിക്കും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു iTunes തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ 15.5 എന്ന് പറയുന്ന അപ്ഡേറ്റിലേക്ക് സോഫ്റ്റ്വെയർ നമ്മുടെ ഡിവൈസ് റീസ്റ്റോർ ചെയ്യാൻ സാധിക്കും. ആദ്യത്തെ മെത്തേഡായിട്ടുള്ള iTunes അത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് സോഫ്റ്റ്വെയർ റീസ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ നമ്മളുടെ സഫാരിയോ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമോ ഉപയോഗിച്ച് ഈ ഒരു ipsw.me എന്ന് പറയുന്ന സൈറ്റിൽ പോവുക. അവിടെ നിങ്ങൾ ഐഡൻറ്റിഫൈ മൈ ഡിവൈസ് എന്ന് പറയുന്ന ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം. നമുക്ക് ഇങ്ങനെ ഒരു സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. ഇവിടെ നമ്മളുടെ ഫോണിൻ്റെ മോഡൽ നമ്പർ അടിച്ചു കൊടുത്താൽ മതി. നമ്മളെ സെറ്റിങ്സ് ജനറൽസ് അതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ എബൌട്ട് ഫോണിൽ മോഡൽ നമ്പർ കാണാൻ സാധിക്കും. ഇനി ഇല്ല നിങ്ങൾക്ക് മോഡലെല്ലാം കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഫോണിൽ പോവുക. അതിൽ നമ്മുടെ iPhone XS ആണ്. XS കൃത്യമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിനകത്ത് 15.5 ആണ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ഇവിടെ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഡൗൺലോഡ് ഫയൽ ഏകദേശം 7.5 GB വരും. വൺസ് അത് ഡൗൺലോഡ് ആയി കഴിയുമ്പം ഇതാണ് നമ്മളുടെ ആ ഒരു ഫയൽ 15.5ൻ്റെ iPhone XSനുള്ള 15.5ൻ്റെ IPSW റീസ്റ്റോർ ഫയലാണ് കാണുന്നത്. നിങ്ങൾ മാക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ മാക്കിലെ ഓപ്ഷൻ കീ പ്രസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ റീസ്റ്റോർ iPhone എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പം നമുക്ക് IPSW ഫയൽ എവിടെ നിന്നാണോ നമുക്ക് ഡൗൺലോഡ് ചെയ്തേക്കുന്നത് അത് നമുക്ക് മാനുവലി ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ അത് റീസ്റ്റോർ ആകാൻ തുടങ്ങും. അതല്ല നിങ്ങൾ വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു
ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ റീസ്റ്റോർ ഐഫോൺ ടാപ്പ് ചെയ്താൽ നമുക്ക് റീസ്റ്റോർ ആകാൻ തുടങ്ങും. ഞാൻ ഇവിടെ ജസ്റ്റ് റീസ്റ്റോർ ചെയ്യാം. ഇതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത IPSW ഫയൽ. ഓപ്പൺ കൊടുത്ത് കഴിയുമ്പോൾ അത് റീസ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ചോദിക്കും. റീസ്റ്റോർ ക്ലിക്ക് ചെയ്യുമ്പോൾ റീസ്റ്റോറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇതാണ് നമുക്ക് iTunes ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആൻഡ് ഹമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇതിലെ രണ്ടാമത്തെ മെത്തേഡായിട്ടുള്ള ReiBoot ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഇത് നമുക്ക് സോഫ്റ്റ്വെയർ റീസ്റ്റോർ ചെയ്യാം എന്ന് നമുക്ക് കണ്ടുനോക്കാം. Tenorshare ReiBoot എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ റീസ്റ്റോറേഷൻ അല്ലെങ്കിൽ നമുക്ക് ഡൗൺഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ReiBootൻ്റെ ഇൻ്റർഫേസ്. ഇതിൽ നമുക്ക് കാണാം സിസ്റ്റം റിപ്പയർ ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ റിക്കവറി മോഡിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനെ താഴെയായിട്ട് നമുക്ക് റീസെറ്റ് ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മുടെ ഡിവൈസ് ഇവിടെ ഓൾറെഡി കണക്റ്റഡ് ആണ്. റീസെറ്റ് ഡിവൈസിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഫാക്ടറി റീസെറ്റ് എന്നുള്ള ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേംവെയർ 15.5 ആണെന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു ഫേംവെയർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഡൗൺലോഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ReiBoot തന്നെ 15.5 എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഡിവൈസിലേക്ക് ഇൻസ്റ്റാൾ ആക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇമ്പോർട്ട് ലോക്കൽ ഫേംവെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ടാപ്പ് ചെയ്തു. ഞാൻ എൻ്റെ ആ ഒരു ഡെസ്ക്ടോപ്പിൽ നിന്ന് നമ്മളുടെ IPSW ഫയൽ സെലക്ട് ചെയ്തു. ഓപ്പൺ കൊടുത്തു. സ്റ്റാർട്ട് റീസെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിൽ നമ്മൾ സെലക്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ റീസെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നമ്മളെ ആ ഒരു സോഫ്റ്റ്വെയർ റൺ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കാണാം നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ OS iOS 16 iOS 15.5ലേക്ക് ഡൗൺഗ്രേഡ് ആവുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, നമ്മുടെ പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡൺ കൊടുത്തു. ഡൺ കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് പോകാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണാം നമ്മുടെ ഫോൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പ്രോസസ്സ് ഡൗൺഗ്രേഡേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഫോൺ ഡിസ്കണക്ട് ചെയ്തു. ഇപ്പം നമ്മളുടെ ഡിവൈസ് ലോക്കാണ് Apple ID ആയിട്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പം വീണ്ടും നമ്മൾ തിരികെ iOS 15.5ലേക്ക് വന്നേക്കുവാണ്. സെറ്റിങ്സ് എബൌട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം iOS 15.5ലേക്ക് നമ്മൾ തിരികെ ഡൗൺഗ്രേഡ് ചെയ്തേക്കുവാണ്. ഇനി നമ്മളുടെ ഡേറ്റ മുഴുവൻ നമുക്ക് തിരിച്ച് റീസ്റ്റോർ ചെയ്യണം. റീസ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, കാരണം നമ്മളിപ്പോൾ ബാക്കപ്പ് എടുത്തേക്കുന്ന iOS 16ൻ്റെ ബാക്കപ്പാണ്. അതൊരിക്കലും iOS 15 ബാക്കപ്പിലേക്ക് അല്ലെങ്കിൽ 15 OSലേക്ക് നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം അതപ്പോൾ എറർ കാണിക്കും. കാരണം രണ്ട് OS ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്തിട്ട് സോഫ്റ്റ്വെയർ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് iOS 16ൻ്റെ ബാക്കപ്പ് ഒരിക്കലും iOS 15ലേക്ക് അല്ലെങ്കിൽ 15.5ലേക്ക് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. മാക്കിലും വിൻഡോസിലും സെയിം പ്രൊസീജിയർ തന്നെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കാണിക്കുന്ന കാര്യം നിങ്ങൾ ജസ്റ്റ് ഫോളോ ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കപ്പ് റീസ്റ്റോർ ചെയ്യണം. ബാക്കപ്പ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടത്, നമ്മുടെ ഫോൺ കണക്ട് ചെയ്യണം. ഞാനിവിടെ നമ്മളുടെ ഐഫോൺ കണക്ട് ചെയ്യുവാണ്. ഓക്കെ, ഫോൺ കണക്റ്റ് ആയതിനു ശേഷം നമ്മളുടെ iTunes ഓപ്പൺ ചെയ്യണം. iTunes ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ബാക്കപ്പ് നമ്മൾ ഓൾറെഡി ബാക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ. നമ്മളിവിടെ കാണാം മാനേജ് ബാക്കപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് എടുത്തേക്കുന്ന ബാക്കപ്പ് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, പക്ഷേ അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് സെയിം OS അല്ലാത്തതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി ബാക്കപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പോൾ നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും സംഭവിക്കുന്ന കാണാൻ സാധിക്കത്തില്ല. നമ്മളെ ഈ ഒരു സഫാരി ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സഫാരി ലിങ്കിലേക്ക് നിങ്ങൾ പോകണം. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കാണുന്ന ആ ഒരു ലൊക്കേഷൻ ഉണ്ടല്ലോ, ആ ലൊക്കേഷൻ നിങ്ങൾ കോപ്പി ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ലൊക്കേഷനിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഈ ഫൈൻഡർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ടോപ്പിൽ ഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഗോ ടു ഫോൾഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ ഇവിടെ ടൈപ്പ് ചെയ്യാൻ വരും. അല്ലെങ്കിൽ നമ്മൾ കോപ്പി ചെയ്ത ആ ഒരു സംഭവം ഇവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്തിട്ട് എൻ്റർ അടിക്കണം. എൻ്റർ അടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലൊക്കേഷൻ വരും, അല്ലെങ്കിൽ ആ ഒരു ബാക്കപ്പിൻ്റെ കൃത്യമായിട്ടുള്ള എക്സാക്ട് ലൊക്കേഷൻ വരും. ഇവിടെ നമുക്ക് ഏതാണ് കറക്റ്റ് ബാക്കപ്പ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ബാക്കപ്പ് എന്നുള്ളത് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്യാൻ വേണ്ടി കാണാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ വ്യൂ മാറും. നമുക്ക് കാണാം ഏറ്റവും ലേറ്റസ്റ്റ് ബാക്കപ്പ് എന്ന് പറയുന്നത് ടുഡേ 11:36 ബാക്കപ്പാണ് ഏറ്റവും അവസാനത്തെ ബാക്കപ്പ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഓപ്പൺ ചെയ്യണം. ഏറ്റവും അവസാനം നമ്മളെടുത്ത iPhone XSൻ്റെ ബാക്കപ്പ് അത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഫോൾഡർ ഇങ്ങനെ വരും. അതിൽ ഏറ്റവും താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം info.plist എന്ന് പറയുന്നൊരു ഫയൽ കാണാൻ സാധിക്കും. info.plist അത് ജസ്റ്റ് നമുക്ക് ഏതെങ്കിലും വിൻഡോസിലാണെങ്കിൽ ഏതെങ്കിലും ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഈ മാക്കിലും നമുക്ക് ഏതെങ്കിലും ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ വിത്ത് എക്സ്കോഡ് എന്നാണ് കിടക്കുന്നത്. അത് ജസ്റ്റ് ഇപ്പോൾ ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ട്, അത് വെച്ച് ഓപ്പൺ ചെയ്തു. ഓപ്പൺ കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ നമുക്ക് കുറച്ച് കോഡുകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. എഡിറ്റിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഫൈൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫൈൻഡ് എന്നുള്ളത് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മൾ 16.0 എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. 16.0 അപ്പോൾ നമുക്ക് കാണാം എവിടെയാണ് 16.0 വന്നേക്കുന്നത്. അതായത് നമ്മുടെ ബാക്കപ്പിന് ഞാൻ പറഞ്ഞു iOS 16 ആണ് ബാക്കപ്പ്. അതുകൊണ്ട് നമുക്ക് 16.0 എന്നുള്ളത് മാറ്റണം.
അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആ 16 ഉള്ള 6 മാറ്റിയിട്ട് 5 കൊടുത്തു. അപ്പം നമുക്ക് കാണാം 15.0 ആയി. നമ്മുടെ സ്ട്രിങ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വേർഷൻ എന്നുള്ളത് 15.5 ആയി. നമ്മുടെ പ്രൊഡക്റ്റ് വേർഷൻ ഈ ഒരു ബാക്കപ്പിൻ്റെ പ്രൊഡക്റ്റ് വേർഷൻ 16.0 ആണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു 15.5ലേക്ക് നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല. അത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം നമ്മൾ ഡൺ കൊടുക്കുക. ഡൺ കൊടുത്ത് കഴിയുമ്പം അത് സേവ് ആവും, 15.0 ആവും. അത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഐട്യൂൺസിലേക്ക് പോവുക. ഐട്യൂൺസിൽ പോയതിന് ശേഷം ഇവിടെ കാണാം ലേറ്റസ്റ്റ് ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു റീസ്റ്റോർ ബാക്കപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ, നേരത്തെ നമുക്ക് റീസ്റ്റോർ ബാക്കപ്പ് ഓപ്ഷൻ കാണത്തില്ലായിരുന്നു, കാരണം iOS 16 ആയിരുന്നു നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെച്ചിരുന്നത്. അതുകൊണ്ടാണ് റീസ്റ്റോർ ബാക്കപ്പ് ഓപ്ഷൻ കാണാൻ. അതിനുശേഷം നമ്മൾ റീസ്റ്റോർ ബാക്കപ്പ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും റീസ്റ്റോർ ക്ലിക്ക് ചെയ്യുന്നു. ഇറേസ് ആൻഡ് റീസ്റ്റോർ എന്നുള്ള ഓപ്ഷൻ വരുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നമുക്കിവിടെ കാണാം നമ്മുടെ ഫോൺ റീസ്റ്റോർ ആയിക്കൊണ്ടിരിക്കുകയാണ്. റീസ്റ്റോറേഷൻ പ്രോഗ്രസ് എന്ന് കാണിക്കും. ഇപ്പോൾ നമ്മുടെ റീസ്റ്റോറേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി വീണ്ടും റീബൂട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പഴയ ബാക്കപ്പ് നമ്മുടെ ഫോണിലേക്ക് റീസ്റ്റോർ ആയി. ഇവിടെ കാണാം റീസ്റ്റോർ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞൊരു പോപ്പ് വന്നിട്ടുണ്ട്. കണ്ടിന്യൂ കൊടുക്കുക. ഇതൊക്കെ സെറ്റപ്പ് ലേറ്റർ കൊടുക്കുക. ഇപ്പോൾ നമ്മളെ റീസ്റ്റോറേഷൻ കംപ്ലീറ്റ് ആയി. നമ്മളുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം, പഴയ പ്രീവിയസ് ഫോട്ടോസ്. അതുപോലെ തന്നെ വാട്സാപ്പൊക്കെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മളുടെ ഫോണിൽ നിന്ന് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു റീസ്റ്റോറേഷൻ കഴിയുമ്പം തിരികെ അതുപോലെ തന്നെ വരും. എവിടെ നിന്നാണോ നമ്മൾ ബാക്കപ്പ് എടുത്തത് അതിലുള്ള സകല ഡേറ്റയും അതേപോലെ ഒന്നുപോലും നഷ്ടപ്പെടാതെ നമുക്ക് തിരികെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ കാണിച്ച ആ ഒരു മെത്തേഡ് നമുക്ക് ഐട്യൂൺസ് ഉപയോഗിച്ചും ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ReiBoot എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഐട്യൂൺസ് ഉപയോഗിച്ചും ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.